മോഹൻലാലിന്റെ അമ്മയുടെ മരണവും സംസ്കാര ചടങ്ങുകളും മലയാളി നേരിട്ട് കണ്ടത് കുറച്ചു കാലം മുൻപാണ്. അന്ന് മോഹൻലാലിന് താങ്ങും തണലുമായി നിന്നത് ആന്റണി പെരുമ്പാവൂരാണ്. മോഹൻലാലിന്റെ ഡ്രൈവറായി എത്തി സിനിമാ നിർമ്മാതാവായി മാറിയ ആന്റണിയുടെ സജീവതയ്ക്ക് ശേഷമാണ് മോഹൻലാലിന്റെ അടുത്ത സുഹൃത്തായി കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയ് മാറിയത്. ഏതായാലും റോയുടെ സംസ്കാര ചടങ്ങിൽ ആന്റണി പെരുമ്പാവൂർ എത്തി. ലാൽ വന്നില്ല. പക്ഷേ ആന്റണി പെരുമ്പാവൂരിന്റെ സാന്നിധ്യമുണ്ടായി. പൊട്ടിക്കരയുന്ന മുഖഭാവമായിരുന്നു ആന്റണി എത്തിയത്. എത്രമാത്രം വേദനയിലാണ് ലാൽ എന്നും ആന്റണിയുടെ മുഖത്ത് വ്യക്തം. അതായിരുന്നു ലാലും റോയും തമ്മിലെ ബന്ധം. റോയുടെ അമ്മയും മകനെ എന്ന് വിളിച്ച് പൊട്ടിക്കരഞ്ഞു. റോയുടെ കുടുംബവും വേദനയുടെ നിഴലിൽ. പ്രമുഖ വ്യവസായിയും കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമയുമായ ഡോക്ടർ CJ റോയുടെ നിര്യാണത്തിൽ നടൻ മോഹൻലാൽ അനുശോചിച്ചിരുന്നു. റോയുടെ വിയോഗം വിശ്വസിക്കാനാവാത്ത വേദനയാണെന്നും അദ്ദേഹം തനിക്കൊരു സുഹൃത്തിനപ്പുറം ഏറെ പ്രിയപ്പെട്ട ഒരാളായിരുന്നുവെന്നും മോഹൻലാൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചു. മോഹൻലാൽ നായകനായ സിനിമകളിൽ റോയ് നിർമ്മാണ പങ്ക് വഹിച്ചിരുന്നു. എന്റെ പ്രിയ സുഹൃത്ത് CJ റോയുടെ വിയോഗം വിശ്വസിക്കാനാവാത്ത വേദനയാണ് നൽകുന്നത്. ഒരു സുഹൃത്തിനപ്പുറം ഏറെ പ്രിയപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹം. സ്നേഹത്തോടെ അദ്ദേഹം എന്നും എന്റെ ഓർമ്മകളിൽ ജീവിക്കും. ദുഃഖത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം പങ്കുചേരുന്നു, മോഹൻലാൽ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കുറിച്ചു. വെള്ളി വൈകുന്നേരമാണ് രാജ്യത്തെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ ശ്രദ്ധേയനായ CJ റോയ് ആദായ നികുതി ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തവെ സ്വയം വെടിയുതിർത്ത് മരിച്ചത്. ബംഗളൂരുവിൽ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ആസ്ഥാനത്തായിരുന്നു ദാരുണ സംഭവം. സ്വന്തം തോക്കിൽ നിന്ന് നെഞ്ചിലേക്ക് വെടിയുതിർക്കുകയായിരുന്നു. ഉടൻ HSS ലേഔട്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. തുടർച്ചയായുള്ള ഉദ്യോഗസ്ഥരുടെ മാനസിക പീഡനത്തെ തുടർന്നാണ് റോയ് ജീവനൊടുക്കിയതെന്നും മരിച്ചിട്ടും റെയ്ഡ് തുടർന്നെന്നും രേഖകൾ കടത്തിക്കൊണ്ടുപോയെന്നും കുടുംബാംഗങ്ങൾ ആരോപിച്ചിട്ടുണ്ട്.